ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്തിനെ പറ്റിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ടൈറ്റിൽ കണ്ടു കാണുമല്ലോ അല്ലേ. മഖാന, നമ്മുടെ മഖാന മഖാന എനിക്കിതിനെ പറ്റിയിട്ട് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ എൻ്റെ മമ്മി ഇത് കഴിക്കാറുണ്ടായിരുന്നു, ഡൽഹിയിൽ വെച്ചിട്ട് സ്ഥിരമായിട്ട് ഇത് കഴിക്കാറുണ്ടായിരുന്നു. കാരണം ഞാൻ ചോദിച്ചപ്പോൾ മമ്മി പറഞ്ഞത് ബ്ലഡ് ഷുഗർ സ്റ്റെബിലൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം മമ്മിക്ക് ഷുഗറുള്ള ആളാണ് മമ്മി. അപ്പോൾ ഇത് മമ്മി ഇത് റോസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ എപ്പോഴും കഴിക്കാറുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിക്ക് മുന്നേ കൂടുതൽ പറയുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. എനിക്ക് സപ്പോർട്ട് വളരെയധികം കുറവാണ്. ഞാൻ പുതിയതായിട്ട് തുടങ്ങിയ ഒരു ചാനലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഓക്കെ, ബാക്ക് ടു ടോപ്പിക്. നമ്മുടെ മഖാന. ഈ മഖാന നമ്മുടെ പിള്ളേർക്ക് കൊടുക്കുന്നതിന് മുൻപ് എന്താ പറയുക, ഇത് നല്ലോണം കഴുകാനല്ല ഞാൻ പറയുന്നത് കേട്ടോ. കാരണം ഇത് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ വോംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അത് നല്ലതാണോ, എന്താ പറയുക, വോംസ് നല്ലതാണോ എന്നല്ല കേട്ടോ, ഇത് മഖാന നല്ലതാണോ ചീത്തയാണോ നോക്കിയിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇതൊന്ന് ആദ്യം ഒന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് വേണം നമ്മൾ പിള്ളേർക്ക് കൊടുക്കാനായിട്ട്. ഇതിൽ അടങ്ങിയിട്ടുള്ളത് നമ്മുടെ വളരെയധികം ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ഒന്ന് മാഗ്നീഷ്യം, കാൽഷ്യം, അയൺ, ഇതെല്ലാം ഈ സംഭവത്തെ എന്താ പറയുക, മഖാനയിൽ അടങ്ങിയിട്ടുള്ള സംഭവമാണ്. അതുപോലെ തന്നെ പുതിയ അമ്മമാർക്കും ഇത് നല്ലതാണ് കേട്ടോ. എന്തിനാണെന്ന് പറയുക, വെയിറ്റ് ലോസിന്. എനിക്കൊക്കെ ഇത് വളരെയധികം നല്ലതാണ്. കാരണം 2 ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഞാനത് ഇങ്ങനെ, ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വെയിറ്റ് ഒന്ന് എന്താ പറയുക സ്റ്റഡിയാക്കി വെച്ചതായിരുന്നു. ഇപ്പോൾ ഇതാ വീണ്ടും ഞാൻ ഇതിങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഞാൻ പലതും ട്രൈ ചെയ്യുന്നുണ്ട് കുറയ്ക്കാനായിട്ട്. ഈവൻ ഐ ഇൻക്ലൂഡഡ് ദിസ് വൺ ഓൾസോ. അപ്പോൾ ഓക്കെ, ഇത് ഞാൻ വാങ്ങിയത് ലുലുന്നാട്ടോ. ലുലുന്ന് പറഞ്ഞപ്പോഴാട്ടോ എനിക്കൊരു കാര്യം പറയണമെന്ന് വെച്ചാൽ, അതും യൂസഫ് അലിക്കയോടെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ലുലുവിൽ സാധനങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് റേറ്റ് കൂടുതലാണെന്ന് എൻ്റെ ഒരു കണ്ടെത്തൽ ഞാൻ പറയുകയാണ്. എനിക്ക് തോന്നുന്നു റേറ്റ് കൂടുതലാണെന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 2-3 ആഴ്ചയായിട്ട് നമ്മൾ സാധനങ്ങൾ മേടിക്കുമ്പോൾ നമ്മൾ അധികമൊന്നും മേടിക്കുന്നില്ല, പക്ഷേ നമ്മുടെ റേറ്റ് കൂടി പോവാണ്. സാധാരണ നമ്മൾ സാധനങ്ങൾ കുറച്ച് മേടിക്കുമ്പോൾ റേറ്റ് കുറയല്ലേ വേണ്ടത്, ഇത് കൂടി പോവാണ്. അപ്പോൾ അങ്ങനെയാണ് മനസ്സിലായത്, റേറ്റൊക്കെ ലുലുല് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ യൂസഫ് അലിക്ക ഒന്നൊന്ന് കണ്ണടയ്ക്കണം കേട്ടോ. നമ്മുടെ സാധാരണ ആൾക്കാർക്കും കൂടി ഇവിടെ ജീവിക്കണ്ടേ. അപ്പോൾ ഓക്കെ, ഇതെങ്ങനെ റെഡി ആക്കണ്ടേ, എങ്ങനെ പിള്ളേർക്ക് ഇത് കൊടുക്കണ്ടേ എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമുക്കിത് എങ്ങനെ റെഡി ആക്കണ്ടേ എന്നുള്ളത് കാണാം. ഇതിൻ്റെ ഉള്ളു കണ്ടോ? ഇതിൻ്റെ ഉള്ളിൽ പക്ക ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. അല്ലെ ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ഒരു കേട് പോലെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് എടുക്കരുത്. ഇത് ഇങ്ങനെ ക്ലീൻ ആയിരിക്കുന്നത് മാത്രം എടുക്കാവൂ കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ പൊരിക്കില്ലേ, പൊരിയുടെ പോലൊക്കെ ഏകദേശം ഇരിക്കും. ഇത് നമ്മൾ ചെറുതായിട്ടൊന്ന് എന്താ പറയുക, റോസ്റ്റ് ചെയ്തെടുക്കുക. നമ്മളിത് കുട്ടികൾക്ക് കൊടുക്കുന്നതല്ലേ, അപ്പോൾ പിന്നെ കുട്ടികൾക്ക് കൊടുക്കുന്നത് നമ്മൾ എപ്പോഴും നോക്കിയും കണ്ടു വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അത് എന്താ പറയുക, അത് ഹെൽത്തി അല്ലല്ലോ. ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ്, ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഉള്ളിൽ കേടുള്ള ഒരു മഖാന ഞാൻ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരു ചെറിയൊരു എന്താ പറയുക, പേടി തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ ബൈ ചാൻസ് ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കേടുണ്ടെങ്കിലോ എന്നോർത്തിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് നോക്കിയാൽ മതി. ഉണ്ട് എന്നുണ്ടെങ്കിൽ എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തിട്ട്, ഫ്രൈ അല്ല, ജസ്റ്റ് ഒന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളറ് ആവണ വരെ ഒന്ന് ചൂടാക്കി എടുക്കുക, അത്രേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ എന്താ പറയുക, നമുക്ക് ഓട്സ് ഇടാം. നമ്മുടെ അവലിൻ്റെ ഡ്രൈ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ പച്ചവലായാലും നമുക്ക് ഇടാവുന്ന കാര്യമുള്ളൂ. ഇതിൻ്റെ പാകം എങ്ങനെയാണ് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനെ കൈ കൊണ്ട് പൊടിക്കുമ്പോൾ അത് പൊടിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പാകമായിട്ടില്ല. ഇത് പാകമായിട്ടില്ല. അപ്പോൾ കുറച്ച് നേരം കൂടി നമ്മളൊന്ന് ബ്രൗണിഷ് ആവണ വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. ഓക്കെ, നമ്മുടെ മഖാന ഇങ്ങനെ നല്ലോണം പൊടിഞ്ഞ് കിട്ടണം.
പൊടിയുമ്പോഴാണ് നമ്മുടെ മക്കാന റെഡിയായെന്ന് അറിയുള്ളൂ. അതർവൈസ് ഇത് എന്താ പറയുക കാര്യമില്ല, നമ്മൾ എടുത്തിട്ട് കാര്യമില്ല. മക്കാന ഞാൻ പൊടിച്ചെടുത്തപ്പോൾ അതിങ്ങനെ ഇരിക്കണേ. ഇനി ഇതൊരു ടൈറ്റ് കണ്ടെയ്നറിൽ ഒന്ന് എടുത്തു വയ്ക്കുക. നമുക്കിത് 1 മാസത്തോളമൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡി ആക്കേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സാധാരണ നമ്മൾ കുറുക്കൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ തന്നെ ഇതുണ്ടാക്കൽ. നമ്മൾ കുറച്ച് വെള്ളം ചൂടാക്കാം. ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിക്കേണ്ട എൻ്റെ മോൻ്റെ. സ്വീറ്റ്നറിന് വേണ്ടിയിട്ട് ഞാനിവിടെ പനക്കൽക്കണ്ട് എടുത്തിട്ടുണ്ട്. ഞാനിതിൽ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കളർ ഡിഫറൻസ് കാണാൻ പറ്റുമായിരിക്കും. വെള്ളം തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഈ പൊടി ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കഷ്ണണ്ടി ബദാം പൊടിച്ചത് ഇതിലേക്ക് ഇടാം. നട്ട്സൊക്കെ പൊടിച്ചത് ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. നമ്മുടെ മഖാന കുറുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്മുടെ പഴം അല്ലെങ്കിൽ സ്വീറ്റ്നറിന് ഈന്തപ്പഴം, നട്ട്സ് ഒക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കറിയില്ല, ഞാൻ പുതിയതായതുകൊണ്ടും ഇതെങ്ങനെ കൈകാര്യം ചെയ്യണ്ടേ, എങ്ങനെ പറയണ്ടേന്നൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എന്നാലും ഞാൻ ചെയ്യണു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ബൈ.